വസ്തുതകൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അൽഫായിസീന ബിറിദ്വാനില്ലാഹ് അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദുമാർ, അധ്യക്ഷൻ അവറുകൾ, പ്രിയമുള്ള മുതഅല്ലിം സുഹൃത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അവൻ്റെ സുഖലോക സ്വർഗത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഒരുമിച്ച് കൂടി തരുമാറാകട്ടെ. എനിക്ക് ഇന്ന് നിങ്ങളോട് സംവദിക്കാൻ കിട്ടിയ വിഷയം ഇന്ത്യയിലെ 2047 വികസിത ഭാരത സ്വപ്നം വസ്തുതകൾ സംസാരിക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. 2022 സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലാണ് പ്രധാനമന്ത്രി സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നതോടൊപ്പം 2047 വികസിത ഭാരതത്തെക്കുറിച്ച് തൻ്റെ കാഴ്ചപ്പാടുകൾ പങ്കുവഹിക്കുന്നത്. സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നുള്ളതാണ് മുദ്രാവാക്യം. 1947 ഓഗസ്റ്റ് 15 അർദ്ധരാത്രിയിലാണ് ബ്രിട്ടീഷുകാരുടെ കറുത്ത കരങ്ങളിൽ നിന്ന് ഇന്ത്യ എന്ന മഹത്തായ രാജ്യം മോചിതമാവുന്നത്. 2047 പൂർത്തിയാകുന്നതോടെ ഇന്ത്യ എന്ന രാജ്യം 100 വർഷം പിന്നിടുകയാണ്. അതിൻ്റെ ഭാഗമായാണ് ഇങ്ങനെയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതെന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കും. 2023-24 കേന്ദ്ര ബജറ്റ് പ്രസംഗത്തിൽ കേന്ദ്ര ധനമന്ത്രി അവതരിപ്പിച്ച പ്രസംഗത്തിലും 2047 ഇന്ത്യയുടെ വികസിത ഭാരതത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. 2047 ലോക രാജ്യങ്ങളുടെ പട്ടിക എടുത്തു നോക്കിയാൽ 2ാം സ്ഥാനത്ത് ഇന്ത്യ എത്തുമെന്നാണ് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നത്. സുസ്ഥിര വികസനവും ഉയർന്ന ജീവിത വരുമാനവും ലക്ഷ്യമാക്കിക്കൊണ്ട് രാജ്യത്തെ GDP $30 ട്രില്യൺ വളർത്താനും പ്രതിശീർഷ വരുമാനം $18,000 വളർത്താനുമുള്ള മോദി സർക്കാരിൻ്റെ സമഗ്രമായ കാഴ്ചപ്പാടിനെയാണ് വീക്ഷിത് ഭാരത് അറ്റ് 2047 എന്ന് വിളിക്കുന്നത്. അതായത് സ്വതന്ത്ര ഇന്ത്യക്ക് 100 വർഷം പൂർത്തിയാകുമ്പോൾ ആഗോള രാജ്യങ്ങൾക്കിടയിൽ ഉയർന്ന വരുമാനമുള്ള വികസിത രാജ്യമായി ഇന്ത്യയെ പരിവർത്തനപ്പെടുത്തുക എന്നുള്ളതാണ് ഈ നയത്തിന്റെ രത്നച്ചുരുക്കം. ഈ സമഗ്രമായ കാഴ്ചപ്പാട് നടപ്പിലാക്കാൻ വേണ്ടി ഗവൺമെന്റ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പിന്തുണക്കുന്നത് ഗരീബ്, നവ, മഹിള, യുവ എന്ന് 4 വിഭാഗങ്ങളെയാണ്. അതായത് പാവങ്ങൾ, യുവജനങ്ങൾ, അതുപോലെ സ്ത്രീകൾ, കർഷകർ എന്നീ 4 വിഭാഗങ്ങളെയാണ്. ഇവരുടെ പൂർണ്ണമായ ശാക്തീകരണം സാധ്യമായാൽ ഇന്ത്യയുടെ വികസിത ഭാരത സ്വപ്നം പൂവണിയാൻ സാധിക്കുമെന്നാണ് ഗവൺമെന്റും പല ഏജൻസികളും അഭിപ്രായപ്പെടുന്നത്. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുക, പൗരന്മാരുടെ ജീവിതത്തിൽ ഭരണകൂടം ഇടപെടുന്ന അനാവശ്യ ഇടപെടലുകൾ ഇല്ലാതാക്കുക, ബഹിരാകാശ മേഖലകളിൽ സ്വയം പര്യാപ്തത നേടുക, പാരിസ്ഥിതിക സുസ്ഥിരതയും ഉയർന്ന ജീവിത വരുമാനവും ഭരണഘടനയുടെ സുന്ദരമായ നിലനിൽപ്പും ഈ സമഗ്രമായ നയം കൊണ്ട് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ വലിയ സംഭവമായി തോന്നുന്നെങ്കിലും വളരെ വലിയ നിഗൂഢതകൾ നിറഞ്ഞ പദ്ധതികളാണിവ. നടക്കാൻ ഒരിക്കലും തന്നെ സാധ്യതയില്ലാത്ത ഭീമാകാരമായ നുണകൾ കെട്ടിപ്പൊക്കി പ്രതീക്ഷകളുടെ മുൾമുനയിൽ നിർത്തി ഒരു രാജ്യത്തെ ജനങ്ങളെ എങ്ങനെയൊക്കെ വഞ്ചിക്കാമെന്ന വിഷയത്തിൽ PhD എടുത്ത മോദിയുടെ വെറും ബീംവിളക്കലുകൾ മാത്രമാണിവ. എല്ലാ മേഖലകളിലും രാജ്യം തമോഗർത്തങ്ങളിലേക്ക് കൂപ്പുകുത്തുന്നതായാണ് നാം കാണുന്നത്.
രാജ്യത്തിൻ്റെതായുണ്ടായിരുന്ന സകലമാന സ്വത്തുക്കളും വിറ്റു തുലച്ചു. മുച്ചൂടും കോർപ്പറേറ്റ് കിങ്കരന്മാർക്ക് കൈമാറി. ഇനിയൊന്നും വിൽക്കാനാവാത്ത വിധം ആകാശത്തിലേക്ക് കൈ ഉയർത്തി നിൽക്കുന്ന മോദിയാണ് ഇങ്ങനെയുള്ള ഭീമാകാരമായ നുണകൾ കെട്ടിപ്പൊക്കി ഒരു രാജ്യത്തെ മുഴുവനും വഞ്ചിതരാക്കുന്നത്. നിലവിലെ സർക്കാരിന്റെ നയങ്ങളും ബജറ്റുകളും പരിശോധിച്ചു നോക്കുമ്പോൾ 2047 വികസിത ഭാരതം എന്ന സ്വപ്നം പൂവണിയാൻ സാധിക്കുകയില്ല എന്നാണ് പഠനങ്ങളും റിപ്പോർട്ടുകളും പറയുന്നത്. കാരണം ഇപ്പോൾ ഇന്ത്യ 29 വയസ്സ് പ്രായമുള്ള ജനസംഖ്യാപരമായ ലാഭവിഹിതത്തിലാണ് നിലകൊള്ളുന്നത്. എന്നിട്ടും 23 കോടി ജനങ്ങൾ ഈ രാജ്യത്ത് ദരിദ്രരാണ്. സാക്ഷരതയും ആയുർദൈർഘ്യത്തിലും ചില ആഫ്രിക്കൻ രാജ്യങ്ങളെക്കാളും വളരെ താഴ്ന്ന നിലവാരമാണ് ഇന്ത്യ പുലർത്തുന്നത്. ആഗോള ആരോഗ്യ മേഖലകളിലും സ്ത്രീ പുരുഷ ലിംഗ സമത്വത്തിലും ആഗോള രാജ്യങ്ങൾക്കിടയിൽ മോശം നിലവാരമാണ് ഇന്ത്യ പുലർത്തുന്നുള്ളത്. ആയതിനാൽ മോഹന വാഗ്ദാനങ്ങളിൽ ഒതുങ്ങാതെ സമഗ്രമായ നയ രൂപീകരണത്തിലേക്കും താഴെത്തട്ടിലുള്ള മനുഷ്യരിലേക്കും മനുഷ്യരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുമാവണം ഇന്ത്യയുടെ 2047 വികസിത ഭാരത സ്വപ്നം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തി വാക്കുകൾക്ക് വിട. വആഖിറു ദഅവാഹും അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മിഡിസോൺ സ്പീച്ച് മലയാളം ഇതോടുകൂടി